മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ കാപ്പിപ്പൊടിയുടെ പേരിൽ ഒരു തല്ല് നടന്നല്ലോ അഭിലാഷും ജിഷിനും തമ്മിൽ. അത് പ്രാങ്ക് ആണെന്ന് അനുമോള് ബിന്നിയോട് പറഞ്ഞതിന് ശേഷമുള്ള ബിന്നിയുടെ പെരുമാറ്റം അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കാര്യം അനുമോൾ ഇപ്പോൾ നൂറയോട് വന്ന് പറയുകയാണ്. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്തിനാണ് അവളിങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇഷ്യൂ ആക്കാറില്ല. ഇത്രയും ദിവസമായില്ലേ. അവളോട് കാപ്പിപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ. പൂരി ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിലെന്താവും? പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എന്താണെന്നറിയാമോ? നമുക്ക് ഒരു കറി വെക്കുമ്പോൾ തന്നെ അറിയാം ഒരാൾക്ക് എത്രത്തോളം വിളമ്പാമെന്ന്. അതനുസരിച്ചായിരിക്കും നമ്മൾ ചോറും കറിയും വിളമ്പുന്നത്. എന്നാൽ ബിന്നി അങ്ങനെയല്ല. കറി എത്രയുണ്ടെങ്കിലും ചോറിൻ്റെ ഒപ്പം ആദ്യം കുറച്ചേ വിളമ്പുകയുള്ളൂ. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും രണ്ടാമത് കൊടുക്കും. അത് ശരിയല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ? ആദ്യം തന്നെ വയറ് നിറച്ച് കൊടുക്കണം. മട്ടനും ചിക്കനും ഒക്കെ വെക്കുമ്പോൾ ബിന്നി എൻ്റെ അടുത്ത് വന്ന് പറയും, മാറ്റി വെക്ക്, നമുക്കുള്ളത് മാറ്റി വെക്കുന്നു. എന്തിനാ അങ്ങനെ മാറ്റി വെക്കുന്നത്? എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമല്ലോ. മാറ്റി വെച്ചാൽ തികയില്ല. മാറ്റി വയ്ക്കുന്നതിലാണ് പീസ് കൂടുതലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ ആ മാറ്റി വെച്ച പാത്രം എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ എല്ലാവരും അറിയും. പിന്നെ അതാവും ഒരു പ്രശ്നം. നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുവല്ലേ എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വയ്ക്കാത്തത്. എല്ലാവരും അങ്ങ് ഒരുപോലെ കഴിക്കുക, വയറ് നിറയ്ക്കുക. പിന്നുള്ള കാര്യം പിന്നല്ലേ. ഇവിടെ എല്ലാവരും ഒരു പീസെങ്കിൽ ഒരു പീസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാനെന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇനി ബിന്നിയുടെ കൂടെ കിച്ചണിൽ കയറില്ല. ഇന്നലെ എന്താ നടന്നതെന്ന് വെച്ചാൽ 6 പേരുടെ കൂടെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു, അതായത് ഒനിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കാപ്പി ഇട്ട് കൊടുത്തത്. അത് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു രഹസ്യം ബിന്നിയോട് തുറന്നു പറഞ്ഞതോടുകൂടി അനുമോൾക്ക് ബിന്നിയെ മടുത്തിരിക്കുകയാണ്. ഇനി ബിന്നിയുടെ കൂടെ കിച്ചണിൽ കയറുകയില്ല എന്നുള്ള വാശിയിലാണ് കേട്ടോ അനുമോള്. അങ്ങനെ ബിന്നിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അനുമോൾ ഇപ്പോൾ നൂറയോട് സംസാരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.